ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫെമറൽ മസാജിനെ പറ്റിയിട്ട്. ആ ഒരു മസാജ് ഓവുലേഷൻ ഡേറ്റ് വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്കറിയാം, ഒരുപാട് ഫെർട്ടിലിറ്റി മസാജിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് നമ്മളുടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള എബിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മസാജുകളാണ് ഫെർട്ടിലിറ്റി മസാജുകൾ. ഈ ഫെർട്ടിലിറ്റി മസാജുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനാണ്. അതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലിറ്റി മസാജുകൾ ചെയ്യുന്നത്. ഇതിൽ ഗൈനക്കോളജിസ്റ്റുകൾ വരെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി മസാജിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ മസാജിൻ്റെ പേര് ഫെമറൽ മസാജ് എന്നാണ്. ഈ ഫെമറൽ മസാജ് നമ്മൾ ചെയ്യുന്നത് ഫെമറൽ ആർട്ടറിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ടാണ്. ഈ ഫെമറൽ ആർട്ടറി എന്ന് പറയുന്നത് ഇലിയാക് ആർട്ടറിയിൽ നിന്നാണ് വരുന്നത്. ഈ ഇലിയാക് ധമനി ഗർഭാശയം, അതുപോലെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, അണ്ഡാശയം ഇവയിലോട്ട് രക്തം പമ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഫെമോറൽ ഇലിയാക് എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇത് എന്തൊരു വീഡിയോ ആണ്, കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്തും കളയരുത്. ഇതാ മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കുക. നമ്മുടെ തൈസിനും അതുപോലെ നമ്മുടെ ഹിപ്പിനുമായിട്ടുള്ള ഇടയിൽ, നമ്മുടെ ലോവർ അബ്ഡമനും ഇടയിലുള്ള ഒരു ഭാഗമാണ് ഈ ഫെമോറൽ ധമനി കടന്നു പോകുന്നത്. അതായത് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുപ്പ്, ആ ഇടുപ്പിന് താഴെയായിട്ട്, ഇടുപ്പിന് സൈഡിലായിട്ട് നമ്മുടെ ഫീമെയിൽ ഓർഗണിൻ്റെ ആ ഒരു ശരീരഭാഗം ഉണ്ടല്ലോ. ഫീമെയിൽ ഓർഗൺ നമ്മുടെ വജൈനയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ഫീമെയിൽ ഓർഗണിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഇമേജ് കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടിട്ട് ഒന്ന് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഇടുപ്പും സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ള ആ ഇടുപ്പ്, നമ്മുടെ ആ കയ്യിൽ, ആ ഒരു ഇടുപ്പിൻ്റെ അവിടത്തെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ആ കൈ ഒന്ന് ചരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഫെമറൽ ആർട്ടറിയിലോട്ടാണ്. ഈ ഫെമറൽ ഭാഗത്ത് നമ്മളൊന്ന് കൈ അമർത്തി പുഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ വിരലുകൾ അമർത്തി പുഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പൾസ് കിട്ടും, നമുക്കൊരു മിടിപ്പ് കിട്ടും. നിങ്ങൾ ഒട്ടും ഫെമറൽ ആർട്ടറി കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ഞാൻ ദേ ഇട്ടുന്ന ഈ ഒരു ഇമേജ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സ്പോട്ട് കിട്ടും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ തമ്പ് ഫിംഗർ ഒഴിച്ച്, നമ്മുടെ തള്ള വിരൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുക. തമ്പ് ഫിംഗർ ഒഴിവാക്കാനായിട്ട് പറഞ്ഞത്, തമ്പ് ഫിംഗറിന്, നമ്മുടെ തള്ള വിരലിന് ഓൾറെഡി പൾസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ തമ്പ് ഫിംഗർ ഒഴിച്ച് നമ്മുടെ തള്ള വിരൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള 4 വിരലുകൾ എടുത്തിട്ട് ആ ഒരു ഫെമോറൽ ആർട്ടറി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഫെമറൽ ആർട്ടറിയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മളൊന്ന് കിടന്നിട്ട് പ്രസ് ചെയ്യുക. ആ ഒരു ഭാഗത്തൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മിടിപ്പ് കിട്ടും. ആ മിടിപ്പ് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ല പോലെ ഒന്ന് പുഷ് ചെയ്ത് പിടിക്കുക. പുഷ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചുരുങ്ങിയത് ഒരു 40 സെക്കൻഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ തുടക്കത്തിലേ ചെയ്യുമ്പോൾ നമുക്ക് അടിവയറ് വേദന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. തുടക്കത്തിലെ 40 സെക്കൻഡ് നിങ്ങൾ പിടിക്കരുത്. നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിന് മുൻപ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. 40 സെക്കൻഡൊന്നും നിങ്ങൾ തുടക്കത്തിൽ പിടിക്കാനായിട്ട് പാടില്ല. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് പിടിക്കുക. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 അങ്ങനെ ഒരു 15 വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. റിലാക്സ് ആവുക. നിങ്ങൾ അത്രയും അങ്ങനെ ശക്തിയിലൊന്ന് പിടിക്കുമ്പോഴേക്കും അത് റിലാക്സ് ആക്കി വിടുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ചൂട് അനുഭവപ്പെടും. ഇപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ആ കൈവിരലൊന്ന് അമർത്തി പിടിച്ചപ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തു. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും കടന്നു പോകുന്ന ബ്ലഡിനെ നമ്മൾ അവിടെ വെച്ച് തടഞ്ഞു. നമ്മുടെ കാൽപാദത്തിലോട്ട് ബ്ലഡ് കിട്ടുന്നതിനെ അവിടെ വെച്ച് തടഞ്ഞിട്ട് നമ്മൾ കിടന്ന് ആ പ്രവർത്തനം ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ ഒരു ബ്ലഡ് നേരെ മുകളിലോട്ട് കയറും.
നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡാശയം ഇവയിലോട്ട് അത് തിരിച്ചു കയറും. ഇങ്ങനെ തിരിച്ചു കയറുമ്പോഴേക്കും ആ ബ്ലഡ് കയറുന്നത് നല്ല ഫോഴ്സിലായിരിക്കും. ഇങ്ങനെ ഫോഴ്സിലോട്ട് ബ്ലഡ് കയറുമ്പോഴേക്കും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആകും. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുക എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനം ഒന്ന് നല്ലപോലെ നടക്കാനും നമ്മുടെ യൂട്രസ് എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് കട്ടിയായിട്ട് വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നു. നമ്മൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡിനെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ മേപ്പോട്ട് കയറ്റി വിടുകയാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യുന്നത്. കഴിവതും ഈ ഒരു സിറ്റുവേഷൻ നമ്മളൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് നിങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടിവയറ് വേദന ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഒരു ദിവസം ഒരു 3 തവണയെങ്കിലും നിങ്ങളത് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ ചെയ്യുക. ഈ 3 തവണയും നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യരുത്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ 15 സെക്കൻഡ് ഒരു 20ലോട്ടാക്കുക, 25ലോട്ടാക്കുക. അങ്ങനെ പയ്യെ ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങളൊരു 40-45ലോട്ട് ഇതൊന്ന് കൊണ്ടുചെന്ന് എത്തിക്കുക. ഇത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതിൻ്റെ ആക്ടിവിറ്റീസ് നല്ലപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം അതിന് കൊടുക്കുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ടുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ആ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പുഷ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ തള്ളവിരൽ ഒഴിച്ചിട്ട് ബാക്കി 4 വിരൽ വെച്ചിട്ട് നിങ്ങൾ പുഷ് ചെയ്ത് പിടിക്കുക. അപ്പുറത്തെ കൈ വെച്ചിട്ടും നിങ്ങൾക്ക് പുഷ് ചെയ്യാം. 2 കൈ വെച്ചിട്ടും നിങ്ങൾ അമർത്തി പുഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഭാഗത്തുള്ള ബ്ലഡിനെ നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ബ്ലഡ് അങ്ങോട്ട് മുയപ്പോട്ട് കയറും. ഇനി നിങ്ങളത് റിലാക്സ്ഡ് ആയിട്ട് വിടുമ്പോഴേക്കും ആ ബ്ലഡ് ശക്തിയായിട്ട് കീഴ്പോട്ട് ഇറങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ കാലൊന്ന് ചൂട് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു മെത്തേഡാണിത്. മാക്സിമം ഗൈനക്കോളജിസ്റ്റുമാർ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഫെർട്ടിലിറ്റി മസാജ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളത് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുൾ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലിറ്റി മസാജാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാവില്ല. പിന്നെ ഹൈ BP ഉള്ളവർക്കും ഹാർട്ട് ഡിസീസ് ഉള്ളവരും പ്രഗ്നൻസി ആയവരും ഇത് ചെയ്യേണ്ട കേട്ടോ. അത് അവർക്ക് നല്ലതല്ല. പിന്നെ ഇത് എവിടെ വെച്ച് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് തുടങ്ങാം. അതിൻ്റെ പീരിയഡ്സിൻ്റെ 2-മത്തെയോ 3-മത്തെയോ ദിവസം മുതൽ നമുക്കിത് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഓവുലേഷൻ തീയതി വരെ മാത്രം നിങ്ങളിത് ചെയ്യുക. ഓവുലേഷൻ തീയതി കഴിഞ്ഞിട്ട് ഇത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാനൊരു ലൈവ് ഡെമോ തരാനായിട്ട് ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ ആ ഒരു ഏരിയ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഏരിയയിൽ നിങ്ങൾക്കൊരു പൾസ്, ഒരു മിടിപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മിടിപ്പെന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് മിടിക്കുന്നത് നമുക്കറിയില്ലേ. അതുപോലെ നമ്മുടെ ഒരു ഫിംഗർ എടുത്തിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വെയിൻ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാടി ഇടിക്കുന്നത് നമുക്ക് കിട്ടില്ലേ. അതുപോലെ തന്നെ ആ ഒരു മിടിപ്പ് നമുക്കിവിടെ ഫെമോറൽ ആർട്ടറിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലിറ്റി മസാജാണിത്. ഇത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.